നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ്. ആദ്യം എത്തിച്ചത് അമ്മുമ്മയെ കൊലപ്പെടുത്തിയ വീട്ടിൽ. വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിലും തെളിവെടുപ്പ്. അഫാനെ കാണാൻ വൻ ജനക്കൂട്ടം. കനത്ത സുരക്ഷയൊരുക്കി പോലീസ്. കുന്നത്തുനാട്ടിൽ വീടിനുള്ളിൽ 60ഓളം തെരുവ് നായ്ക്കൾ. ദുർഗന്ധവും കുരയും സഹിക്കാനാകാതെ നാട്ടുകാർ. ലൈസൻസ് ഇല്ലെന്ന് ജില്ലാ ഭരണകൂടം. നായ്ക്കളെ മാറ്റാൻ നോട്ടീസ് നൽകും. കോഴിക്കോട് കാരശ്ശേരിയിൽ തെരുവ് നായ ആക്രമണം. ഇടുക്കി പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കും. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പ്രദേശത്ത് നിരോധനാജ്ഞ. മുതലപ്പൊഴി ഹാർബറിലെ മൺതിട്ട നീക്കം ചെയ്യാത്തതിനെതിരെ പ്രതിഷേധം. വള്ളമിറക്കാനാകാതെ മത്സ്യത്തൊഴിലാളികൾ. ഡ്രെഡ്ജർ എത്തിച്ച് മണൽ നീക്കണമെന്നാവശ്യം. പാലക്കാട് കഞ്ചിക്കോട് പൊതുകുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. സമീപത്തെ ഫാക്ടറികളിൽ നിന്ന് രാസമാലിന്യം കലർന്നതെന്ന് സംശയം. കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുമെന്നും ആശങ്ക. വാർത്തയിലേക്ക് വിശദമായി. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ കുറ്റകൃത്യം നടന്ന സ്ഥലങ്ങളിൽ തെളിവെടുപ്പിനെത്തിച്ച് പോലീസ്. ഉമ്മുമ്മ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ പാങ്ങോടുള്ള വീട്ടിലാണ് ആദ്യം തെളിവെടുപ്പിനെത്തിച്ചത്. തുടർന്ന് സഹോദരനെ കൊലപ്പെടുത്തിയ വെഞ്ഞാറമ്മൂട്ടിലെ വീട്ടിലും തെളിവെടുപ്പിനെത്തിച്ചു. മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും ATMിലും അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ഡാൻ, നാടിനെ നടുക്കിയ ആരും കൊല നടന്ന ഇടത്തുകൂടിയുള്ള തെളിവെടുപ്പാണ് പുരോഗമിക്കുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിലെ തെളിവെടുപ്പ് പൂർത്തിയായി? ഇനി എവിടെയൊക്കെയാണ് നടക്കാനുള്ളത്? ഇന്നത്തെ തെളിവെടുപ്പ് മുഴുവൻ പൂർത്തിയാക്കി അഫാനുമായി അന്വേഷണ സംഘം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് പേരമലയിലെ വീട്ടിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലായിരിക്കും പ്രത്യേക നിരീക്ഷണത്തിൽ അഫാനെ ഇന്ന് പാർപ്പിക്കുക. നാളെയാണ് തിരികെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി കോടതിയിൽ സമർപ്പിക്കേണ്ടത്. എന്തായാലും പാങ്ങോട് ആദ്യ കൊലപാതകം നടത്തിയ പാങ്ങോടുള്ള വല്യമ്മയുടെ വീട്ടിലും സൽമ ബീവിയുടെ വീട്ടിലാണ് ആദ്യം എത്തിച്ചത്. അവിടെ ജുമാ നമസ്കാരത്തിന് ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കണക്കിലെടുത്ത് ആ ചടങ്ങുകൾ, പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം പ്രതിയെ സ്ഥലത്തേക്ക് തെളിവെടുപ്പിന് എത്തിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. അങ്ങനെയാണ് ആ തെളിവെടുപ്പിന് എത്തിക്കുന്ന സമയം വൈകിയത്. പിന്നീട് ഏതാണ്ട് 4:30യോടെയാണ് അവിടേക്ക് പ്രതിയുമായി അന്വേഷണ സംഘം എത്തിയത്. വിശദമായ തെളിവെടുപ്പ് ആ വീടിനുള്ളിൽ നടന്നു. സംഭവ സ്ഥലത്ത് നിരവധി ആളുകളാണ്, സ്ത്രീകളും അതോടൊപ്പം തന്നെ പുരുഷന്മാരും അടക്കം നിരവധി ആളുകളാണ് പ്രതിയെ കാണുന്നതിന് വേണ്ടി ഇവിടെ തടിച്ചുകൂടിയത്. കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു പാങ്ങോടുള്ള തെളിവെടുപ്പ്. അതിനുശേഷമാണ് പേരുമലയിലെ സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം ഉമ്മയെയും അതോടൊപ്പം തന്നെ പെൺസുഹൃത്തിനെയും അനുജനെയും ക്രൂരമായി ആക്രമിച്ച വീട്ടിലേക്ക് 8 ദിവസത്തിന് ശേഷം അഫാനെ അന്വേഷണ സംഘം എത്തിച്ചത്. ഏതാണ്ട് 5:25 തുടങ്ങിയ നടപടിക്രമങ്ങൾ 6:15 ആ വീടിനുള്ളിൽ പൂർത്തിയായത്. ഒരു ഭാവഭേദങ്ങളും ഇല്ലാതെയാണ് അവരെ ആക്രമിച്ചത്. എവിടെയൊക്കെ വെച്ചാണ് എന്ന കാര്യം പ്രതി അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയത്. വീടിന്റെ മുകൾ നിലയിൽ വെച്ചായിരുന്നു ഫർസാനിയെ ക്രൂരമായി ചുറ്റികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത്. താഴത്തെ മുറിയിൽ വെച്ചായിരുന്നു ഉമ്മയെ ഭിത്തിയിൽ തലയിടിച്ച് ആക്രമിച്ചത്. അതിനുശേഷം ചുറ്റികൊണ്ട് പിന്നീട് തലയ്ക്ക് അടിക്കുകയായിരുന്നു. പിന്നീട് വൈകുന്നേരം സ്കൂൾ വിട്ടെത്തിയ സഹോദരനെയും അനുജനെയും ഈ വീടിന്റെ അകത്തേക്ക്, ഭക്ഷണം പൊതിയുമായി വന്ന അനുജനെ വീടിനകത്തേക്ക് വിളിച്ചു കയറ്റിയതിനു ശേഷം ചുറ്റുകൊണ്ട് മൃഗീയമായി തലക്കടിച്ചാണ് ഈ വീടിന്റെ ഹാളിൽ വെച്ച് ദാരുണമായി കൊല ചെയ്തത്. ഈ സ്ഥലങ്ങളിലെല്ലാം ഈ അഫാനെ എത്തിച്ച് എങ്ങനെയാണ്, എവിടെയൊക്കെ വെച്ചാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് പോലീസ് സംഘം ചോദിച്ചറിഞ്ഞു. ഒരു ഭാവവ്യത്യാസങ്ങളും ഇല്ലാതെ ഉണ്ടായ കാര്യങ്ങൾ അഫാൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി. ആറ്റിങ്ങൽ DYSP മഞ്ജുലാലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയുമായി 2 സ്ഥലങ്ങളിലും തെളിവെടുപ്പിനെത്തിയത്. മറ്റിടങ്ങളിലേക്ക് ഇന്ന് തെളിവെടുപ്പിനെ കൊണ്ടുപോകേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പിന്നീട് പോലീസ് എത്തുകയായിരുന്നു. കാരണം സമയമേറെ വൈകിയിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മാത്രവുമല്ല, നാളെ ഒരു ദിവസം കൂടി കസ്റ്റഡിയിൽ ഉള്ളതിനാൽ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് പിതാവിന്റെ സഹോദരൻ ലത്തീഫിന്റെയും ഭാര്യയുടെയും അടക്കം കൊലപാതകങ്ങൾ നടന്ന ചൊല്ലാളത്തെ വീട്ടിലും അതോടൊപ്പം തന്നെ ഈ ആഭരണം പണയപ്പെടുത്തിയ സ്ഥലത്തും ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് അടുത്ത ദിവസമായിരിക്കും. അഫാൻ ഈ കൊലപാതകങ്ങൾ നടത്തുന്നതിനിടയിൽ മദ്യപിക്കാനായി കയറിയ ബാറിലും തെളിവെടുപ്പിന് വേണ്ടി അന്വേഷണ സംഘം അഫാനെ എത്തിക്കുമെന്നാണ് വിവരങ്ങൾ. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അഫാനുമായി എത്തിയിടത്തെല്ലാം ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അവിടെ പോലീസ് വലിയ സുരക്ഷാ കവചം തീർത്തുകൊണ്ടാണ് പ്രതിയുമായി കടന്നു പോകുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് കാണാം. എന്തായാലും തെളിവെടുപ്പ് നാളെയും തുടരും. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
പ്രതിഷേധങ്ങൾക്കൊടുവിൽ എറണാകുളം കുന്നത്തുനാട്ടിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച വീട്ടിൽ നിന്ന് മാറ്റും. ജില്ലാ ഭരണകൂടത്തിന്റേതാണ് തീരുമാനം. ദുർഗന്ധം അസഹനീയമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി വീടിന് മുന്നിൽ സംഘടിച്ചത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു 1.5 മാസമായിട്ട് ഞങ്ങൾ മണം പുകയും എന്ന് വേണ്ട എല്ലാവിധ മലിനീകരണം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. പട്ടിയുടെ കൊര, കുറുക്കൻ ഓളോടും പോലെയുള്ള ഓളോടിൽ, പിന്നെ പരിസരത്തുള്ള പട്ടികൾക്ക് രോഗങ്ങൾ പിടിക്കണു, ചത്തുപോണു, ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഞങ്ങൾക്കിടെ എല്ലാ തവണയും തൊഴിലുറപ്പ് ചെയ്യാറുള്ളതാണ്. ഇവിടെ ഈ പറമ്പിൽ ഈ മുറ്റത്തൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ല. ഞങ്ങളിപ്പോ അവരുടെ വീട്ടിൽ തന്നെ ചെയ്യണത്. ഈ മേലത്തെ ജോർജിന്റെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. ഇത് ഈ വീടിന്റെ തൊട്ട് പറയില്ല. ഇവിടെ നിന്ന് മാറ്റാതെ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. ഞങ്ങൾ ഈ മണം സഹിച്ചാൽ ഞങ്ങളിവിടെ ജീവിക്കണത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ എറണാകുളം കുന്നത്തുനാടിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ച വീട്ടിൽ നിന്ന് മാറ്റും. ജില്ലാ ഭരണകൂടത്തിന്റേതാണ് തീരുമാനം. ദുർഗന്ധം അസഹനീയമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി വീടിന് മുന്നിൽ സംഘടിച്ചത്. ഒന്നര മാസം മുൻപാണ് പത്തനംതിട്ട സ്വദേശിയായ വീണ ജനാർദ്ദനൻ വീട് വാടകയ്ക്കെടുത്തത്. വളർത്തുനായയെ വീട്ടിൽ അനുവദിക്കണമെന്ന് ഉടമസ്ഥനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ വീട് വാടകയ്ക്കെടുത്ത ശേഷം തെരുവിൽ നിന്ന് 60 നായ്ക്കളെയാണ് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ദുർഗന്ധവും നായ്ക്കളുടെ കുരയും സഹിക്കാൻ കഴിയാതായതോടെ ഒടുവിൽ നാട്ടുകാർ വീടിന് മുന്നിൽ സംഘടിച്ചു. MLA PV ശ്രീനിജനും നാട്ടുകാർക്കൊപ്പം ചേർന്നു. തീരുമാനമുണ്ടാകാതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. എന്നാൽ MLAയുടെ നേതൃത്വത്തിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നാണ് വീണ ജനാർദ്ദനന്റെ ആരോപണം. ഒരു MLA ചെയ്യേണ്ട കാര്യമാണോ ഇത്? എനിക്ക് അതേ അറിയണ്ടു. ഒരു ജനപ്രതിനിധിയായിട്ട് വരുന്ന ആള് നാട്ടുകാർക്ക് അനുമതി കൊടുത്തൊരു കലാപം ഒഴിച്ചുവിടാനായ ശ്രീനിജൻ എന്ന് പറഞ്ഞ MLAയുടെ ഇന്നലത്തെ പ്രകടനം കാരണമാണ് ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത്. ഇത്ര കലാപത്തിന്റെ കാരണം ശ്രീനിജൻ MLA ആണ്. ഇതാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? ജനകീയ പ്രതിഷേധത്തിൽ ഇടപെടുകയായിരുന്നുവെന്നും നിയമം പാലിക്കാതെയാണ് തെരുവു നായ്ക്കളെ വളർത്തുന്നതെന്നും PV ശ്രീനിജൻ MLA പറഞ്ഞു. മിനിഞ്ഞാന്നാണ് എൻ്റെ അടുത്ത് ആ പരിസരവാസികളും അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കം ഇങ്ങനൊരു പരാതി പറഞ്ഞത്. അങ്ങനെ ഒരു ഭയപ്പാടുണ്ട്, MLA ഒന്ന് ഇടപെടണമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിക്കാൻ പോയത്. പ്രത്യേകിച്ച് ഇന്നലെ ചെല്ലുമ്പോൾ ആ പരിസരം മുഴുവനും പട്ടി വിസർജ്യം ചെയ്ത് അതിൻ്റെ ഇതിലേക്ക് കുറച്ച് മണ്ണ് മാത്രമാണ് അവർ വാരിയിട്ടിരുന്നത്. കേരള പഞ്ചായത്ത് റൂൾസ് 1998 സെക്ഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പഞ്ചായത്തിന്റെ ലൈസൻസ്, സെക്രട്ടറിയുടെ ലൈസൻസ് ഇതിനാവശ്യമാണ്. അതേസമയം വാടകയ്ക്കെടുത്ത വീട്ടിൽ നായ്ക്കളെ വളർത്താൻ ലൈസൻസ് ഇല്ലെന്ന് ജില്ലാ ഭരണകൂടം കണ്ടെത്തി. ക്രമസമാധാന പ്രശ്നം നിലനിൽക്കുന്നതിനായി നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റാൻ ജില്ലാ ഭരണകൂടം ഉടൻ നോട്ടീസ് നൽകും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് കാരശ്ശേരിയിൽ തെരുവ് നായ ആക്രമണം. 280ഓളം കോഴികളെ കടിച്ചുകൊന്നു. 300 കോഴികളാണ് കൂട്ടിലുണ്ടായിരുന്നത്. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. 5 നായ്ക്കൾ ചേർന്നാണ് ആക്രമിച്ചത്. ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട 1 മാസം പ്രായമുള്ള കോഴികളെയാണ് കൊന്നത്. 1/4 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്ന് ഉടമ അജംഗാദ് പറഞ്ഞു. ഇടുക്കിയിൽ പെരുന്തേനീച്ചയുടെ കുത്തേറ്റ് ചികിത്സയിലിരുന്ന തൊഴിലാളി മരിച്ചു. ഉടുമ്പൻചോല ആട്ടുപാറ സ്വദേശി സുബ്രഹ്മണിയാണ് മരിച്ചത്. ഈ മാസം 1-നായിരുന്നു സുബ്രഹ്മണിക്ക് പെരുന്തേനീച്ചയുടെ കുത്തേറ്റത്. വെള്ളം ശേഖരിക്കുന്നതിനിടെ തേനീച്ചക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. ബോധരഹിതനായ സുബ്രഹ്മണിയെ രക്ഷിക്കുന്നതിനിടെ മറ്റ് 4 പേർക്കും കുത്തേറ്റിരുന്നു. ഇടുക്കി പരുന്തുംപാറയിൽ സ്വകാര്യ വ്യക്തി കയ്യേറിയ സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കാൻ ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഒപ്പം 3 വില്ലേജുകളിലെ 5 സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന ഭൂമിയിൽ ഇന്നലെ അർദ്ധരാത്രി മുതൽ മെയ് മാസം വരെ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. പേരുമേട് താലൂക്കിലെ 3 വില്ലേജുകളിൽ 5 സർവേ നമ്പറുകളിലുള്ള ഇടങ്ങളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. പരുന്തുംപാറ കയ്യേറ്റം നടന്ന പീരുമേട്, മഞ്ചുമല വില്ലേജുകളിലെയും കയ്യേറ്റങ്ങൾ ഏറെയുള്ള വാഗമണ്ണിലെയും 5 സർവേ നമ്പറുകളിലാണ് ഉത്തരവ് ബാധകമാകുക. പേരുമേട് വില്ലേജിലെ 534, മഞ്ചുമലയിലെ 441, വാഗമൺ വില്ലേജിലെ 724, 813, 896 എന്നീ സർവേ നമ്പറുകളിലുള്ള സ്ഥലങ്ങളിലാണ് നിരോധനാജ്ഞ നിലവിൽ വന്നത്. മെയ് 2 അർദ്ധരാത്രി വരെ നിരോധനാജ്ഞ തുടരും.
പരുന്തുംപാറയിലെ കയ്യേറ്റത്തിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. പ്രദേശത്തെ ക്രമസമാധാന സ്ഥിതി കൈകാര്യം ചെയ്യുന്നതിന് പീരുമേട് തഹസിൽദാർ സീമ ജോസഫിനെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്ററായും നിയോഗിച്ചിട്ടുണ്ട്. സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 15-അംഗ സംഘത്തെയും നിയോഗിച്ചു. പീരുമേട് താലൂക്കിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ലാത്ത ഉദ്യോഗസ്ഥരെയാണ് സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് കഞ്ചിക്കോട് പൊതുകുളത്തിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. വെള്ളത്തിൽ രാസമാലിന്യം കലർന്നതാണ് മീനുകൾ ചാകാനിടയാക്കിയതെന്നാണ് സംശയം. വ്യവസായ മേഖലയിലെ പൊതുകുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയത്. ഇവിടത്തെ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യം കലർന്നതാണ് മീനുകൾ ചാകാൻ കാരണമെന്നാണ് നിഗമനം. 3 മാസം മുമ്പ് കോരയാർ പുഴത്തീരത്തെ തടയണയിലും രാസമാലിന്യം ഒഴുകിയെത്തിയിരുന്നു. പരിസരത്തെ കമ്പനികൾ പുറന്തള്ളുന്ന മാലിന്യമാണ് ചെക്ക് ഡാമിലേക്കും കുളത്തിലേക്കും എത്തുന്നതെന്നും ആരോപണമുണ്ട്. രാസമാലിന്യം കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുമെന്ന ആശങ്കയുമുണ്ട്. മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറികളിൽ നിന്നടക്കം രാസമാലിന്യം ഒഴുകുന്നുവെന്ന് നിരവധി തവണ പ്രദേശവാസികൾ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം മുതലപ്പൊഴി ഹാർബറിൽ അനിയന്ത്രിതമായി രൂപപ്പെടുന്ന മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിനെതിരെ മുസ്ലിം ലീഗിന്റെ വേറിട്ട പ്രതിഷേധം. അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടയിടത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചാണ് മുസ്ലിം ലീഗ് പെരുമാതുറ മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചത്. മുതലപ്പുഴയിൽ മണൽ നീക്കം നിലച്ചതോടെ അഴിമുഖത്ത് വൻതോതിൽ മണൽ അടിഞ്ഞു കൂടിയ സ്ഥിതിയാണ്. അഴിമുഖത്തിന്റെ തെക്കേ പുലിമുട്ട് ഭാഗത്ത് തോടിന് സമാനമായ ഭാഗത്തു കൂടിയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് വള്ളമിറക്കുന്നതും കയറ്റുന്നതും. ഈ സ്ഥിതി തുടർന്നാൽ വരുന്ന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തൊഴിലാളികളുടെ വയറ്റത്തടിച്ചുകൊണ്ട് പൊഴിമുഖമടയും. ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം വേഗത്തിലാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മുസ്ലിം ലീഗ് പ്രതിഷേധം. 100 കണക്കിന് താങ്ങുമല വള്ളങ്ങളും ഈ 300-ൽ പരം ചെറുവള്ളങ്ങളും പോകുന്ന ഒരേ ഒരു അഴിമുഖമാണിത്. അവിടെ മണൽ മാറ്റാതെ മത്സ്യത്തൊഴിലാളികളെ ദ്രോഹിക്കുന്നതിനെതിരെ മുസ്ലിം ലീഗ് മേഖലാ കമ്മിറ്റി പെരുമാതുറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ STUവിൻ്റെ പ്രതിഷേധ പരിപാടിയാണ് മണൽ അടിഞ്ഞുകൂടിയ സ്ഥലത്ത് ഞങ്ങൾ നടത്തുന്ന ഈ ഫുട്ബോൾ മത്സരം. മുസ്ലിം ലീഗ് പെരുമാതുറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ STU തൊഴിലാളികളാണ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം നീണ്ടകര ഹാർബറിൽ സംഘർഷം. നിരോധിത മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർ കൊല്ലം തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിലാണ് പ്രതിഷേധം. അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ നീണ്ടകരയിലെ മത്സ്യത്തൊഴിലാളികൾ നേരത്തെ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനെ തുടർന്ന് പുലർച്ചെ ഹാർബറിൽ പ്രതിഷേധമുണ്ടായി. തുടർന്ന് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. മണിക്കൂറുകളോളം ഹാർബറിന്റെ പ്രവർത്തനം ഇതുമൂലം തടസ്സപ്പെട്ടു. പോലീസും ഫിഷറീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രതിഷേധം അവസാനിച്ചത്. 3 ബോട്ടുകൾ ഫിഷറീസ് പിടികൂടി. ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് നോബിക്കും പോലീസിനുമെതിരെ ഗുരുതര ആരോപണവുമായി ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ്. മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് നോബി ഷൈനിയെ വിളിച്ചു മരിച്ചുകൂടെ എന്ന് ചോദിച്ചതായി കുര്യാക്കോസ് ആരോപിക്കുന്നു. 9 മാസം മുൻപ് മർദ്ദനമേറ്റപ്പോൾ പോലീസ് കേസെടുക്കാൻ വൈകിയെന്നും കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ആരോപണം പോലീസ് നിഷേധിച്ചു. അതിനിടെ ആത്മഹത്യ ചെയ്യാനായി ഷൈനിയും മക്കളും പുറപ്പെടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. പുലർച്ചെ 4:45 ഷൈനിയും മക്കളും വീട്ടിൽ നിന്ന് പോകുന്നത്. ഇളയ മകളെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ കാണാം. കല്യാണം നടന്ന അന്നു മുതൽ ഷൈനി പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായാണ് പിതാവ് കുര്യാക്കോസ് ആരോപിക്കുന്നത്. വിവാഹമോചനം നൽകാനും തയ്യാറായില്ല. ആത്മഹത്യക്ക് മണിക്കൂറുകൾക്ക് മുൻപ് നോബിയുടെ ഫോൺ വിളിയുണ്ടായി. ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത്. വാട്സപ്പിൽ എങ്ങാണ്ട് വിളിച്ചെന്നല്ലേ ഇപ്പൊ പറയുന്നത്. പോലീസ് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പോലീസിനെതിരെയും ഷൈനിയുടെ പിതാവ് രംഗത്ത് വന്നു. ഷൈനി മർദ്ദനത്തിനിരയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം പോലീസ് കേസെടുക്കാൻ വൈകി. ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനുള്ളൂ. അവിടെ ചെന്ന ഇന്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ അങ്ങോട്ട് വിട്ടെന്ന് പറയും. തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആരോപണങ്ങൾ പോലീസ് നിഷേധിച്ചു. ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചത് പ്രകാരമാണ് കേസെടുത്തത്. ഇക്കാര്യത്തിൽ വീഴ്ച വന്നിട്ടില്ല. ഷൈനിയുടെ ആത്മഹത്യയിൽ വസ്തുതകൾ പുറത്തുവരണമെന്ന് തൊടുപുഴ കരിങ്കുന്നം വാർഡ് മെമ്പർ ആവശ്യപ്പെട്ടു. നാട്ടുകാർ ഒന്നാകെ തീരുമാനമെടുത്തതുകൊണ്ടാണ് നോബിയുടെ വീട്ടിൽ ആരും പോകാതിരുന്നത്. ഞങ്ങളുടെ ഒരു പ്രതിഷേധം എന്നുള്ളത് ഞങ്ങൾ അവരുടെ ഭവനത്തിൽ ആരും പോകുന്നില്ല എന്ന് ഞങ്ങൾ കൂട്ടായി എടുത്ത തീരുമാനമാണ്. അതിന്മേൽ ഞങ്ങൾ
പള്ളിയിൽ വന്നു. ബാക്കി ഞങ്ങളോട് വന്നപ്പം മറ്റാൾക്കാരും ഇവിടെ കാണാൻ സാധിച്ചു. അപ്പം എല്ലാവരും ആ ഒരു തീരുമാനമാണ് എടുത്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനിടെ ഭർത്താവ് നോബി മാത്രമാണോ ഷൈനിയുടെ മരണത്തിന് കാരണമെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ആത്മഹത്യക്ക് മണിക്കൂറുകൾക്ക് മുൻപ് സ്വന്തം വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. മലപ്പുറത്ത് സ്വകാര്യ ബസ് ജീവനക്കാരുടെ മർദ്ദനമേറ്റ ഓട്ടോ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. മാണൂർ സ്വദേശി തയ്യിൽ അബ്ദുൾ ലത്തീഫാണ് മരിച്ചത്. ലത്തീഫ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓട്ടോയിൽ ആളെ കയറ്റിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. മലപ്പുറം ഒരുക്കുങ്ങലിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞ ഓട്ടോറിക്ഷ തൊഴിലാളികളും പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി. രാവിലെയായിരുന്നു അബ്ദുൾ ലത്തീഫും സ്വകാര്യ ബസ് ജീവനക്കാരും തമ്മിൽ സംഘർഷമുണ്ടായത്. അബ്ദുൾ ലത്തീഫ് ഓട്ടോറിക്ഷയിൽ ആളുകളെ കയറ്റി കൊണ്ടുപോകുന്നത് ബസ് ജീവനക്കാർ തടഞ്ഞ് ചോദ്യം ചെയ്തത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു. ഇതിനുശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട അബ്ദുൾ ലത്തീഫ് മലപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് വരികയും ആശുപത്രിയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. തുടർന്ന് ഒതുക്കങ്ങളിൽ നാട്ടുകാർ സ്വകാര്യ ബസ് തടയാൻ ശ്രമിച്ചതോടെ വീണ്ടും സംഘർഷത്തിന്റെ വക്കോളമെത്തി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. അബ്ദുൾ ലത്തീഫുമായി സംഘർഷമുണ്ടായ 3 ബസ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അബ്ദുൾ ലത്തീഫിന്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ കൂടി ലഭിച്ചതിന് ശേഷമേ ഇവർക്കെതിരെ എന്തെല്ലാം വകുപ്പുകൾ ചുമത്തണമെന്ന് പോലീസ് തീരുമാനിക്കൂ. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് മുക്കത്ത് പോലീസ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. മണാശ്ശേരിയിലെ പെട്ടിക്കടയിൽ നിന്നാണ് ഇവ പിടിച്ചത്. നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. കൊല്ലം ചടയമംഗലത്ത് മയക്കുമരുന്നുമായി യുവാവ് പിടിയിൽ. കാരാളിക്കോണം സ്വദേശി മുഹമ്മദ് ബിലാലാണ് പിടിയിലായത്. MC റോഡിൽ ആയൂർ പാലത്തിന് സമീപം ബൈക്കിലെത്തിയ ബിലാലിൽ നിന്ന് കഞ്ചാവും മയക്കുമരുന്നുമാണ് പിടികൂടിയത്. മലപ്പുറം കോഡൂരിൽ ബസ് ജീവനക്കാരും കൊല്ലം ഓച്ചിറയിൽ കടയ്ക്ക് തീപിടിച്ചു. ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 3:30-നാണ് തീ പടർന്നത്. കെട്ടിടത്തിനുള്ളിൽ നിന്ന് തീയും പുകയും ഉയരുന്നത് കണ്ട് കടത്തിണ്ണയിൽ കിടന്നവർ ഓച്ചിറ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. കൊല്ലം പരവൂർ പാരിപ്പള്ളി റോഡിലുണ്ടായ വാഹനാപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. പരവൂർ സ്വദേശിയായ ഹേമന്താണ് മരിച്ചത്. കോളേജിലെ വാർഷികാഘോഷ പരിപാടിയായ ടെക്നോ ഫെസ്റ്റിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്. 3 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലും റോഡരികിൽ നിന്ന് മരത്തിലും ഇടിച്ചാണ് അപകടം ഉണ്ടായത്. പത്തനംതിട്ട പന്തളത്ത് KSRTC സ്വിഫ്റ്റ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പൂഴിക്കാട് സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. MC റോഡിൽ പന്തളം മണികണ്ഠൻ ആൽത്തറയ്ക്ക് സമീപമായിരുന്നു അപകടം. സ്കൂട്ടറിൽ ഒപ്പമുണ്ടായിരുന്നയാൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോട്ടയം തലയോലപ്പറമ്പിൽ അമിത വേഗതയിലെത്തിയ കാർ സ്കൂട്ടർ യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയി. തലയോലപ്പറമ്പ് വെട്ടുകാട് മുക്കിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു അപകടം. അപകടത്തിൽ ബ്രഹ്മമംഗലം സ്വദേശി തോമസിന്റെ കാലൊടിഞ്ഞു. കച്ചവടക്കാരനായ തോമസ് സോഡ വിൽക്കുന്നതിനായി പോയപ്പോഴാണ് അമിത വേഗത്തിലെത്തിയ കാർ അപകടമുണ്ടാക്കിയത്. എന്നാൽ സംഭവത്തിന് ശേഷം വാഹനം നിർത്താതെ പോവുകയായിരുന്നു. ആലപ്പുഴയിൽ MDMAയുമായി CPM ബ്രാഞ്ച് സെക്രട്ടറി പോലീസ് പിടിയിൽ. CPM മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ആണ് പിടിയിലായത്. സൗത്ത് പോലീസ് ഇയാളുടെ പക്കൽ നിന്നും MDMAയും വിൽപ്പന നടത്തിയതിൽ ലഭിച്ച പണവും കണ്ടെടുത്തു. മദ്യപാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർശന നടപടി CPM സ്വീകരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളിലൂടെ പരസ്യ പ്രസ്താവന നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തന്നെ മാരകലഹരി വസ്തുവായ MDMAയുമായി സൗത്ത് പോലീസ് പിടികൂടുന്നത്. MDMAയുമായി തന്നെ പിടിയിലായ ഹരിപ്പാട് സ്വദേശിയെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മുനിസിപ്പൽ സ്റ്റേഡിയം കിഴക്ക് ബ്രാഞ്ച് സെക്രട്ടറിയായ വിഘ്നേഷ് ജയരാജിൽ നിന്നാണ് തനിക്ക് രാസലഹരി ലഭിച്ചുവെന്ന വിവരം ഹരിപ്പാട് പോലീസിന് അയാൾ നൽകുന്നത്. തുടർന്ന് സൗത്ത് പോലീസിന് വിവരം കൈമാറുകയായിരുന്നു. രാത്രി 9:30-ഓടെ വിഘ്നേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ ഇയാളുടെ കൈവശം പ്ലാസ്റ്റിക് കവറിൽ ലഹരി വസ്തുവും 2 ഒഴിഞ്ഞ സിറിഞ്ചുകളും ഉണ്ടായിരുന്നു.
വിൽപ്പന നടത്തി ലഭ്യമായ 2500 രൂപയും പോലീസ് കണ്ടെടുത്തു. വിഘ്നേഷ് ബ്രാഞ്ച് സെക്രട്ടറി ആകുന്നതിന് മുമ്പ് SFI മുൻ ആലപ്പുഴ ഏരിയ സെക്രട്ടറിയും കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറുമായിരുന്നു. അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായ കേസിൽ ലഹരി വസ്തുവിന്റെ ഉറവിടം കണ്ടെത്താൻ തുടരന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മുനിസിപ്പൽ സ്റ്റേഡിയം വാർഡ് കേന്ദ്രീകരിച്ചുള്ള CPM ഏരിയ കമ്മിറ്റി അംഗവും കേസ് ഒതുക്കി തീർക്കാൻ ഇടപെടൽ നടത്തിയെന്ന ആക്ഷേപവുമുണ്ട്. ആലപ്പുഴയിൽ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തകരെ നടപടിയെടുത്തതിന് പിന്നാലെയാണ് ബ്രാഞ്ച് സെക്രട്ടറി തന്നെ MDMAയുമായി പിടിയിലാകുന്നത്. ലഹരിക്കെതിരെ പാർട്ടിയും സർക്കാരും വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. ഓപ്പറേഷൻ ഡീഹൺ എന്ന പേരിൽ പോലീസ് പരക്കം പായുന്നു. ആ ഘട്ടത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വളർന്നു വന്ന് CPMന്റെ ബ്രാഞ്ച് ഭാരവാഹിത്വത്തിൽ എത്തി നിൽക്കുന്ന ഒരു വ്യക്തി MDMAയുമായി ആലപ്പുഴയിൽ പിടിയിലാകുന്നത്. ലഹരി ഉപയോഗം മാത്രമല്ല, വിൽപ്പന നടത്തിയെന്ന ഗുരുതര കുറ്റവും ഈ കേസിൽ നിലനിൽക്കുന്നു. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോഴിക്കോട് മുക്കത്ത് വീട്ടിൽ പട്ടാപ്പകൽ മോഷണം. 6 പവനോളം സ്വർണവും 25,000 രൂപയിൽ കൂടുതൽ പണവും മോഷണം പോയി. മുത്തേരി സ്വദേശി ബിനോയുടെ വീട്ടിലാണ് ആളില്ലാത്ത സമയത്ത് മോഷണം നടന്നത്. ബിനോയും കുടുംബവും തിരിച്ചെത്തിയപ്പോൾ അടുക്കള വാതിൽ കുത്തി തുറന്ന നിലയിലായിരുന്നു. മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഡോഗ് സ്ക്വാഡും ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇടുക്കി ഇരട്ടയാറിൽ പട്ടയ ഭൂമിയിൽ നിന്ന് അനധികൃതമായി മുറിച്ചു കടത്തിയ തേക്കിൻ തടികൾ പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെ ചേറ്റുകുഴിക്ക് സമീപത്ത് വെച്ചാണ് തടിയും കടത്താൻ ഉപയോഗിച്ച വാഹനവും പിടിച്ചത്. വനം വകുപ്പിന് ഇവ കൈമാറി. തടി മുറിച്ച് 16 കഷ്ണങ്ങളാക്കി വാഹനത്തിൽ കടത്തുകയായിരുന്നു. 1 ലക്ഷത്തിലധികം രൂപ വില വരുമെന്ന് വനം വകുപ്പ് നിഗമനം. കമ്പംമെട്ട് പോലീസാണ് പിടികൂടിയത്. വേനൽ ചൂട് ഉയരുന്നതിന്റെ ആശങ്കയിലാണ് ഇടുക്കി. പല മേഖലകളിലും കുടിവെള്ളം പോലും വറ്റിത്തുടങ്ങി. നാടെങ്ങും വരണ്ട കാഴ്ചകൾ മാത്രമുള്ളപ്പോൾ മനസ്സിന് കുളിരേക്കി നിറഞ്ഞൊഴുകുന്ന ഒരു പുഴയുണ്ട് ഇടുക്കിയിൽ, പന്നിയാർ പുഴ. ആനയിറങ്കൽ ജലാശയത്തിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കി തുടങ്ങിയതോടെയാണ് പന്നിയാർ പുഴ ജലസമൃദ്ധമായത്. തേയിലച്ചെരുവുകൾ അതിരുപങ്കിടുന്ന ആനയിറങ്കലിന്റെ വസ്തു സൗന്ദര്യം ഇടുക്കിയിലെ ഏറ്റവും മനോഹര കാഴ്ചകളിലൊന്നാണ്. കത്തുന്ന വേനൽ ചൂടിലും നിറഞ്ഞു തുളുമ്പിക്കിടക്കുന്ന ജലസംഭരണി. പന്നിയാർ പുഴയുടെ ഉത്സവമേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടിന്റെ ഒരു ഭാഗത്ത് നദികെട്ടാൻചുള വനമേഖലയാണ്. കാടും തേയിലച്ചെരുവുകളും ആസ്വദിച്ചുള്ള ആനയിറങ്കൽ കാഴ്ചകൾ സഞ്ചാരികൾക്കെന്നും ആവേശമാണ്. 1967 റിപ്പബ്ലിക് ദിനത്തിലാണ് ആനയിറങ്കൽ ഡാം കമ്മീഷൻ ചെയ്തത്. സംസ്ഥാനത്തെ മറ്റ് ഡാമുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ജലാശയം. പശമണ്ണ് കുഴച്ച് നിർമ്മിച്ച തടയണയിൽ കരിങ്കൽ പാളികൾ പതിപ്പിച്ചാണ് ഡാം ഒരുക്കിയിരിക്കുന്നത്. മറ്റ് അണക്കെട്ടുകൾ ജലസമൃദ്ധമാകുന്ന കാലവർഷത്തിൽ അധികം വെള്ളം ഇവിടെ ഉണ്ടാവാറില്ല. കാലവർഷ പെരുമഴയിൽ ഇടുക്കിയിൽ 2 അടി വരെ വെള്ളമുയരുമ്പോൾ ആനയിറങ്കലിൽ പരമാവധി 20 സെന്റിമീറ്ററാണ് ജലനിരപ്പ് ഉയരുക. തുലാമഴയിലാണ് അണക്കെട്ട് ജലസമൃദ്ധമാകുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മലകളിൽ നിന്നുദ്ഭവിക്കുന്ന ചെറു അരുവികളാണ് അണക്കെട്ടിനെ ജലസമൃദ്ധമാക്കുന്നത്. നിലവിൽ ഡാമിന്റെ സ്പിൽവേയിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകി തുടങ്ങി. മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെ തുറന്നു കൊടുത്ത് പൊന്മുടി ഡാമിലേക്കും കുത്തങ്കൽ ഡാമിലേക്കും അതുപോലെ ആഡിറ്റ് 1, ആഡിറ്റ് 2 ഉൾപ്പെടെയുള്ള ഡാമുകളിലേക്ക് ഈ വെള്ളം ചെന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന ഒരു ഡാമാണ് ആനയിറങ്കൽ ഡാം. ഈ വെള്ളം കൊണ്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സ്ഥലത്ത് KICBയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പന്നിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടി ഡാമിലെ ജലനിരപ്പ് താഴുന്നതോടെ പന്നിയാർ പവർ ഹൗസിൽ നിന്നുള്ള വൈദ്യുതി ഉത്പാദനം സുഗമമായി തുടരുന്നതിനാണ് വേനൽക്കാലത്ത് ആനയിറങ്കൽ തുറന്നുവിടുന്നത്. സ്പിൽവേയും 2 ഷട്ടറുകളുമാണ് ഡാമിനുള്ളത്. നിലവിൽ ദിവസേന 10 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളമാണ് പൊന്മുടിയിലേക്ക് ഒഴുകുന്നത്. ഡാം തുറന്നതോടെ പന്നിയാർ പുഴയും ജലസമൃദ്ധമായി. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം SN കോളേജിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കൂടുന്ന കുറ്റകൃത്യങ്ങളും വാർത്താമാധ്യമങ്ങളുടെ സ്വാധീനവും എന്ന വിഷയത്തിൽ പ്രത്യേക ചർച്ചയും വിദ്യാർത്ഥികളുമായി സംവാദവും നടന്നു. ന്യൂസ് 18 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ അപർണ കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ SV മനോജ്, അധ്യാപകരായ ഡോക്ടർ ഇന്ദു R, ഡോക്ടർ ജയശ്രീ KS തുടങ്ങിയവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. SN കോളേജിലെ വിമൻസ് സ്റ്റഡി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,990 രൂപ, പവന് 63,920 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,590 രൂപ, പവന് 52,720 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,80,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. മറ്റേതൊരു വന്യജീവി സങ്കേതത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു സങ്കേതം, ശബ്ദമില്ലാത്തവരെ സംരക്ഷിക്കാനുള്ള ഒരു ദൗത്യം. माताजी ने मुझे सिखाया था हम जानवर का और अलग अलग जीव जंतु का सेवा कैसे करें. വന്യജീവി സംരക്ഷണത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്ന ഒരു സേവാലയം വൻതാര വന്യജീവി രക്ഷാപ്രവർത്തനത്തെയും പുനരധിവാസത്തെയും പുനർനിർവചിക്കുന്നു. ലോകമത് ശ്രദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തന പുനരധിവാസ സംരക്ഷണ കേന്ദ്രത്തിന് പിന്നിലെ അസാധാരണമായ കഥ. പ്രാണിമിത്ര ദ വൻതാര സ്റ്റോറി കാണുക ഇന്ന് രാത്രി 8 ന്യൂസ് 18 നെറ്റ്വർക്കിൽ മാത്രം.